എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ് എന്നുള്ളത് പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇൻ റുപ്പീസ് എന്നുള്ളത് നോക്കാം. ബ്രേക്ക് ഇവൻ പോയിൻറ്റിന് റുപ്പീസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ക്വസ്റ്റിനകത്ത് വളരെ കൃത്യമായിട്ട് ഫിക്സഡ് എക്സ്പെൻസും സെയിൽസും അതോടൊപ്പം തന്നെ കോൺട്രിബ്യൂഷനൊക്കെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് റുപ്പീസിലെ വാല്യൂ ആണ്, അല്ലെങ്കിൽ BP സെയിൽസ് ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഇയർ 60,000. അതായത് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 60,000 രൂപയാണ്. സെയിൽസ് ഫോർ ദ പീരീഡ് വാസ് 4 lakh ആണ് സെയിൽസ് ഉള്ളത്. വാരിയബിൾ കോസ്റ്റ് എമൗണ്ടിങ് ടു ₹3 lakh. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് ഞാനിവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഫിക്സഡ് എക്സ്പെൻസ് ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് 60,000, സെയിൽസ് 4 ലക്ഷം, വാരിയബിൾ കോസ്റ്റ് ഉള്ളത് 3 ലക്ഷം രൂപയാണ്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ മുന്നേ പഠിച്ചതാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞതാണ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റിൻ്റെ ഇക്വേഷൻ. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റിനകത്ത് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുള്ള എത്രയാണ്? സെയിൽസ് 4 lakh ആണ് സെയിൽസ് ഉള്ളത്. അതുപോലെ തന്നെ വാരിയബിൾ കോസ്റ്റ് ഉള്ളത് 3 lakh ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 1 lakh എന്നുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ളത് കിട്ടി. ഇത് നമ്മൾ ആ ഇക്വേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് 60,000 ഫിക്സഡ് കോസ്റ്റാണ് ഇൻറ്റു 4 lakh എന്നുള്ള എന്താണ്? സെയിൽസ് ആണ്, ഡിവൈഡഡ് ബൈ 1 lakh നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് കിട്ടിയിട്ടുള്ള എന്താണ്? കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് ആണ് 1 lakh എന്നുള്ള. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 2,40,000 കിട്ടി. ഇതാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസ് കാൽക്കുലേറ്റ് എന്നുള്ള പ്രോബ്ലം എന്നുള്ളത്. മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.